കെഎസ്ഇബി താൽക്കാലിക ജീവനക്കാരന്റെ മരണത്തിൽ പാറശാല താലൂക്ക് ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന് റിപ്പോർട്ട്. ആശുപത്രി സൂപ്രണ്ട് ഡിഎംഒക്ക് റിപ്പോർട്ട് കൈമാറി ഡോക്ടർക്കോ നഴ്സുമാർക്കോ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ചികിത്സ കിട്ടാൻ വൈകിയതാണ് മരണകാരണമെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മരിച്ച സന്തോഷ് കുമാറിന്റെ കുടുംബം. സന്തോഷ് കുമാറിന്റെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. MG പ്രതീഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇതിൽ വീഴ്ച ഇപ്പോഴും കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടിൽ അങ്ങനെയല്ല പറയുന്നത്. വീഴ്ചയില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. എന്താണ് അതിന് കാരണമായി പറയുന്നത്? വീഴ്ചയില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് KCB താൽക്കാലിക ജീവനക്കാരനായ സന്തോഷ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയും പിന്നീട് പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. ഇതിലാണ് വലിയ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചത്. പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് തിരുവനന്തപുരം DMOക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഈ ആശുപത്രിയിൽ എത്തിച്ച നിമിഷങ്ങൾക്ക് തന്നെ സന്തോഷിന് മരണം സംഭവിച്ചു. ആശുപത്രിയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ ചികിത്സകളും നൽകി. അവിടെ എത്തുമ്പോൾ തന്നെ ECG എടുത്തിരുന്നു. അപ്പോൾ തന്നെ വലിയ ഗുരുതരാവസ്ഥയിലായിരുന്നു സന്തോഷ് ഉണ്ടായിരുന്നത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഒരു ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരുടെ ഭാഗത്തോ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ തന്നെയാണ് സന്തോഷിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഉറച്ചു നിൽക്കുന്നത്. കാരണം ആശുപത്രിയിൽ എത്തുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ മതിയായ ചികിത്സ ലഭിച്ചില്ല. ഇതാണ് കുടുംബത്തിന്റെ പരാതി. ഈ പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിലാണ് കഴിഞ്ഞ ദിവസം ഈ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പാറശാല പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പോലീസിന് കൈമാറും. അതിനുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോവുക. ശരി, വ്യക്തമാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.